ഗൈസ്, ഞാനിപ്പോ ഉള്ളത് തമിഴ്നാട് കോയമ്പത്തൂരുള്ള BSD കോളേജിന്റെ ലാബിന്റെ ഉള്ളിലാണ് കേട്ടോ. സോ നമ്മളിവിടെ ജസ്റ്റ് ക്യാമ്പസും കാര്യങ്ങളൊക്കെ വിസിറ്റിന് വേണ്ടി വന്നതാണ്. വന്ന സമയത്ത് നമുക്ക് മലയാളി സ്റ്റുഡൻസിനെയും ദെൻ തമിഴ്നാടുള്ള സ്റ്റുഡൻസിനെയൊക്കെ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളോട് ആളുടെ എക്സ്പീരിയൻസ് ഒന്ന് നമുക്ക് ചോദിച്ചു നോക്കിയാലോ. ഹായ്, എന്താ പേര് വരുന്നേ? രമ്യ. ഉറക്കെ പറയൂടാ. രമ്യ. രമ്യ. ഓക്കെ, രമ്യയുടെ സ്ഥലം എവിടെയാ വരുന്നത്? പോണ്ടിച്ചേരി. പോണ്ടിച്ചേരിയാണ് വരുന്നത്. ഇതിപ്പോ ഏത് കോഴ്സാണ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഫിസിഷ്യൻ അസിസ്റ്റന്റ്. ഫിസിഷ്യൻ അസിസ്റ്റന്റ് ആണ് രമ്യ പഠിക്കുന്നത്. രമ്യ പോണ്ടിച്ചേരിയിൽ നിന്നാണ് വരുന്നത്. ദെൻ ഏത് ഇയറിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഫസ്റ്റ് ഇയർ. ഫസ്റ്റ് ഇയർ ആണ് ജോയിൻ ചെയ്തത്. ഇപ്പൊ സെമസ്റ്റർ വൈസ് ആണോ നിങ്ങൾക്ക് ക്ലാസ് വരുന്നത്? ഇയർലി ആണോ? ഇയർലി. ഇയർലി ആണ് എക്സാംസും കാര്യങ്ങളൊക്കെ വരുന്നത്. എങ്ങനെയുണ്ട് മൊത്തത്തിൽ? എങ്ങനെയുണ്ട് ക്യാമ്പസും കാര്യങ്ങളൊക്കെ? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? പഠിപ്പിക്കുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നുണ്ട്. ലാംഗ്വേജ് ഏതിലാ? ഇംഗ്ലീഷിലാണോ തമിഴിലാണോ പഠിപ്പിക്കുന്നത്? ഇംഗ്ലീഷ്, തമിഴ്, കുറച്ച് മലയാളമും. മലയാളത്തിലാണ്. അതായത് ഫുള്ളി പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷിലാണോ ദെൻ എക്സ്പ്ലനേഷൻസ് ആണോ മലയാളത്തിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്? സോ ഗൈസ്, ബേസിക്കലി മീഡിയം ഓഫ് ലാംഗ്വേജ് വരുന്നത് ഇംഗ്ലീഷിലാണ്. ദെൻ നമുക്ക് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് എക്സ്പ്ലനേഷൻസ് കൊടുക്കുന്നത് ഇവർ ഏത് സ്റ്റുഡന്റ് ആണോ ചോദിക്കുന്നത്. ഇപ്പൊ തമിഴ്നാട്ടിലുള്ള സ്റ്റുഡന്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ തമിഴിലും, ദെൻ മലയാളീസ് ആണെങ്കിൽ മലയാളത്തിലും അവര് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കും. സോ ഇപ്പൊ കർണാടക സ്റ്റേറ്റിൽ നിന്നും തമിഴ്നാട് സ്റ്റേറ്റിൽ നിന്നും കേരള സ്റ്റേറ്റിൽ നിന്നുള്ള സ്റ്റുഡൻസ് കറന്റ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയാ, റാഗിംഗ് ഒക്കെ ഉണ്ടായിരുന്നോ? അല്ല, റാഗിംഗ് ഉണ്ടായിട്ടില്ല ഇതുവരെ. സീനിയേഴ്സ് ഒക്കെ എങ്ങനെയാണ്? കംഫർട്ടബിൾ ആണോ? ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കും. ഇൻ കേസ് ഡൗട്ട് ഒക്കെ വന്നാൽ നിങ്ങൾ സീനിയേഴ്സിന്റെ അടുത്ത് പോകാറുണ്ടോ? സീനിയേഴ്സ് പഠിപ്പിച്ചു തരും. സോ ഗൈസ്, നമുക്ക് കേരളത്തിൽ നിന്നുള്ള സ്റ്റുഡൻസ് വന്നു കഴിയുമ്പോൾ ഏറ്റവും സ്റ്റുഡൻസ് ഫേസ് ചെയ്യുക, മിക്ക കോളേജുകളിലും സ്റ്റുഡൻസ് ഫേസ് ചെയ്യുക റാഗിംഗ് ഇഷ്യൂസ് ആയിരിക്കും. സേഫ്റ്റി ഒക്കെ ആയിരിക്കും നോക്കുന്നത്. സോ ഇതൊരു ആന്റി റാഗിംഗ് ക്യാമ്പസ് കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് 100% സേഫ്റ്റി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലാബ് ഫെസിലിറ്റീസ് ഒക്കെ എങ്ങനെ? ടീച്ചേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും ലാബിന്റെ ടൈമില്? കൂടെ ഉണ്ടാകും. എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് തരാനായിട്ട് കൂടെ ഉണ്ടാകും. പിന്നെ വേറെ ഫെസിലിറ്റീസ്, ആക്ടിവിറ്റീസ് ഞാനിപ്പോ കണ്ടപ്പോ പ്രോഗ്രാംസ് എന്തൊക്കെയോ നടക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എഡ്യൂക്കേഷൻ പോലെ തന്നെ മറ്റ് സ്റ്റുഡൻസിനുള്ള ആക്ടിവിറ്റീസിന് പാരലായിട്ട് കൊണ്ടുപോകുന്ന ക്യാമ്പസ് ആണോ? പ്രോഗ്രാമും നല്ല വേറെ ആക്ടിവിറ്റീസും നടക്കുന്നുണ്ട്. ഓക്കെ, ലൈബ്രറീസ് കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആണോ? ഉണ്ട്. ലൈബ്രറി പീരിയഡ് ഉണ്ട്. ഓക്കെ ഗൈസ്, അതായത് നമുക്ക് ഫുൾ ടൈം ലൈബ്രറി അവൈലബിൾ ആണ്. അത് തന്നെ അല്ലാതെ ഇവർക്ക് ഒരു ടൈം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും ലൈബ്രറിക്കായിട്ട് ഒരു ടൈം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. സിലബസ് വൈസ് നോക്കുമ്പോൾ നിങ്ങൾ ഇപ്പൊ തമിഴ്നാട് പോണ്ടിച്ചേരിയാണെന്നല്ലേ പറഞ്ഞത്, നിങ്ങൾ സിലബസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ എല്ലാ സ്റ്റുഡൻസിനും ഓക്കെ ആയിട്ടുള്ള സിലബസ് ആണോ? അതായത് ഏകദേശം സബ്ജക്ട്സ് കാര്യങ്ങളൊക്കെ സെയിം ആണോ? അല്ല, ഐ മീൻ നമ്മുടെ അതർ സ്റ്റേറ്റ്സിൽ നോക്കുന്ന സമയത്ത് വളരെ വലിയ ഡിഫറൻസ് ആണോ അതോ ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണോ പഠിപ്പിക്കുന്നത്? നല്ല ഡെപ്തിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. നല്ല ഡെപ്തിൽ തന്നെ പഠിപ്പിക്കുന്ന ക്യാമ്പസ് ആണ്. ഓക്കെ, BSD ക്യാമ്പസ് എന്ന് പറയുമ്പോൾ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. വിച്ച് മീൻസ് നമ്മൾ ഏത് സ്റ്റേറ്റിൽ നിന്നാണോ വരുന്നത് ആ സ്റ്റേറ്റിൽ തന്നെ 75% സിലബസ് ഈക്വൽ ആയിരിക്കണം. സോ 75% സിലബസ് ഈക്വൽ ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ് BSD ക്യാമ്പസ് എന്ന് പറയുന്നത്. സോ ആളുടെ എക്സ്പീരിയൻസിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണുള്ളത്. സോ 2025 അക്കാദമിക് ഇയറിലേക്കുള്ള അഡ്മിഷൻസ് ഓൾറെഡി ഓപ്പൺ ആണ്. സോ അഡ്മിഷൻ എൻക്വയറീസിന് വേണ്ടി ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.